അപ്പൊ നമ്മളെ കിളി ഇവിടെ ഉണ്ട് അല്ലെ. ഇന്ന് നമ്മൾ ലേഡി കിളിയുടെ ചെറിയൊരു ഇന്റർവ്യൂ നമ്മൾ ആതിരയുടെ ചാനലിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിന്റെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ പറയാത്ത കാര്യങ്ങളൊക്കെ നീ നമ്മളെ വീഡിയോയിലൂടെ ഇന്ന് പറയുകയാണല്ലേ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ യാത്രയൊക്കെ, ഈ ലോറിയിലുള്ള ജീവിതം? ലോറി നല്ല രസമായിരുന്നു. അതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമ്മൾ ഓരോ ദിവസം ഓരോ ടാസ്ക് തന്ന പോലായിരുന്നു. അതെനിക്ക് ഓരോ സ്ഥലത്ത് കൊണ്ടുവന്ന് ഓരോ സാധനങ്ങൾ എത്തിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഓരോ സ്ഥലവും ഓരോരോ രീതിയിലായിരിക്കുമല്ലോ. ചെറിയ റോഡുകൾ, അവിടെ നിന്നൊക്കെ എന്താ ഒരുവിധം കഷ്ടപ്പെട്ടൊക്കെ എടുത്ത് വളച്ച് തിരിച്ച് അതൊക്കെ രസമായിരുന്നു. പിന്നെ പെണ്ണുങ്ങൾ വന്നായിട്ട് പെണ്ണുങ്ങൾക്ക് വന്നാൽ എന്തായിരിക്കും എന്നുള്ള ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഈ ഫാക്ടറികളിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യണമെന്നുള്ളത്, അതിപ്പോൾ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അതിനകത്ത് അതേ ഉള്ളൂ. ഒരു ഇതുവരെ ഉള്ളതിലൊരു നോക്കും അല്ലേ ജസ്റ്റ്. അല്ല, ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന സമയത്ത് ഇതുപോലെ നമ്മള് റോഡിൽ ഇതുപോലെ റോഡ് സൈഡ് ഹൈവേ സൈഡിൽ ഇതുപോലെ പാർക്ക് ചെയ്ത സമയത്ത് ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നപ്പോൾ അങ്ങേ സൈഡ് പോയവര് തമിഴ്നാട്ടിലുള്ളവരായിരുന്നു. വണ്ടി നിർത്തിയിട്ട് ഡ്രൈവർ ആണോ എന്നൊക്കെ ചോദിച്ചോണ്ട് ഇപ്പുറത്തോട്ട് വന്നു. അന്നേരം ചേട്ടനെ കണ്ടപ്പോ അല്ലെന്നല്ല പിന്നെ പോയി. അങ്ങനെയൊക്കെ ഉള്ളു. അല്ലാതെ ഇതുവരെയും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ബാത്റൂമിന്റെ കാര്യമാണേലും പെണ്ണുങ്ങൾ ഇതുപോലെ വണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് 2 നേരം കുളിക്കാൻ പറ്റുന്നുണ്ട്. രാവിലെയും കുളിക്കുന്നുണ്ട്, വൈകുന്നേരം കുളിക്കുന്നുണ്ട്. കാരണം എന്നാലും ഞങ്ങൾ കഴുകിയിട്ട് ഉണക്കി എടുത്ത് കഴുകിയിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ബാത്റൂമിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഈ വരുന്ന വഴിക്കെല്ലാം കടകൾ, ചില ബേക്കറികളിലും കാണും, ചില ഹോട്ടലുകളിലും കാണും. പിന്നെ ഇതുപോലെ പെട്രോൾ പമ്പുകളിലും സെപ്പറേറ്റ് ആയിട്ട് ബാത്റൂമും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമില്ല ഇതുവരെയും പോയതിലൊക്കെ. അത്യാവശ്യം റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോലും അത്രയും വൃത്തിയൊന്നും വരത്തില്ല. അത് ഭയങ്കര വൃത്തികേടായിട്ട്. പക്ഷെ അതിലും വൃത്തിയായിട്ടുള്ള ബാത്റൂമുകളും കാര്യങ്ങളും. പിന്നെ ചില ആൾക്കാർ മോശം കാണുമായിരിക്കും, എന്നാൽ ചിലവർ നല്ലവരും കാണുമായിരിക്കും. ഇപ്പൊ നമ്മള് അവിടെ പോയപ്പം ട്രാഫിക് പോലീസുകാരാണേലും നല്ല കാര്യമായിരുന്നു. എന്നോട് ചോദിച്ചു ഡ്രൈവിംഗ് ഒക്കെ അറിയാവോ. അത് വേറെ കാര്യം, അത് നമ്മളെ വീഡിയോയിൽ ഇതുവരെ പറയാത്തൊരു കാര്യമുണ്ട്. നമ്മള് കഴിഞ്ഞ ദിവസം നമ്മള് സിറ്റിക്കകത്ത് വണ്ടി പോരുതായിരുന്നു. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് നൈസായിട്ട് സിറ്റിക്കകത്തോട്ട് കയറി പോയി. വിശാഖപട്ടണം സിറ്റിക്കകത്ത് ഗൂഗിൾ മാപ്പ് ഇടുമ്പോ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി പോവല്ലോ. അങ്ങനെ പോയിട്ട് ഞങ്ങളെ പോലീസ് പിടിച്ചിട്ട് 1000 രൂപയാണ് പറഞ്ഞത്. 1000 രൂപ പറഞ്ഞിട്ടാകുമ്പോ ആതിര ഇറങ്ങി വന്ന്. അപ്പൊ പെണ്ണുങ്ങളെ കണ്ടപ്പോ അവർ കുറച്ചും കൂടെ ഒരു മയമാവും അല്ലേ. എന്നോട് അകത്ത് പോയി. ഞാൻ പറഞ്ഞു അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞു. പെണ്ണുങ്ങൾക്ക് ഒരു റെസ്പെക്ട് കിട്ടും പെണ്ണുങ്ങളായിട്ട് പോയി കഴിഞ്ഞാൽ കേട്ടോ. എന്നിട്ട് എന്നോട് പിന്നെ വലിയ കാര്യമായിരുന്നു. എന്നിട്ട് 300 രൂപ എന്നിട്ട് അവസാനം 300 രൂപ കൊടുത്തു കേട്ടോ. 300 രൂപ കൊടുത്തപ്പോ അവർക്ക് റോങ് വേ ആണെങ്കിലും അവര് തന്നെ സൈഡ് പറഞ്ഞു നമ്മളെ സൈഡൊക്കെ പറഞ്ഞു ഞങ്ങളെ യൂ ടേൺ ഒക്കെ അടുപ്പിച്ച് അവര് വഴിയൊക്കെ പറഞ്ഞു വിട്ടത്. പിന്നെ കാര്യമായിരുന്നു, അവര് നല്ല കാര്യം. ഇപ്പൊ ലോഡ് ഇറക്കാൻ പോയിട്ടാണേലും AC ലോഡ് ഇറക്കാൻ പോയി അവിടുത്തെ ഭയങ്കര കാര്യമായിരുന്നു. ബാത്റൂം കുളിക്കാനും ഒക്കെ. നമ്മൾ കഴിഞ്ഞ ദിവസം ലോഡ് ഇറക്കിയപ്പോഴും ആൾക്കാർ പെണ്ണുങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു കെയറിങ് കിട്ടും. പക്ഷെ നമ്മള് നാട്ടിൽ നിന്ന് കാണുമ്പോൾ ഇത് ഭയങ്കര പേടിയായിട്ടൊക്കെ തോന്നും. പക്ഷെ പേടിക്കേണ്ട സ്ഥലങ്ങളുണ്ട്. നമ്മളിപ്പോ സൗത്തിൽ നമുക്ക് കുഴപ്പമില്ലെന്നാണ് എന്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ്. നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല. കാരണം ഈ 100 കോടി ജനങ്ങൾ, 140 കോടി ജനങ്ങൾ എല്ലാവരും നല്ലവരായിരിക്കത്തില്ലോ. ഒരു സ്ഥലത്തിനെ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാ സ്ഥലത്തും എല്ലാ മനുഷ്യരിലും ഉണ്ട്, നല്ലവരും ഉണ്ട്, മോശം ആൾക്കാരും ഉണ്ട്. അതപ്പോ എല്ലായിടത്തും കാണും. പിന്നെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ലാതിരിക്കട്ടെ. അപ്പൊ ഇനി പുതിയതായിട്ട് ഇതുപോലെ പെണ്ണുങ്ങൾ ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുന്നിടത്ത് നിനക്ക് എന്താ പറയാനുള്ളത്? അല്ല, നമ്മള് ഇപ്പൊ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നായിരിക്കും അധികം ഇല്ലാത്തത്. പക്ഷെ വേറെ ലോറികളൊക്കെ കണ്ടിട്ടുണ്ട്. അതെ അതെ, സൗത്ത് ഇന്ത്യയിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ലോറി ഡ്രൈവേഴ്സ്. ഉണ്ട്, അതുണ്ട്. അല്ലാതെ അങ്ങനെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ചെന്നൈയിലൊക്കെ വെച്ചിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ പെണ്ണുങ്ങളും ഉണ്ട്, പെണ്ണുങ്ങളില്ലാഴിക ഇല്ല. പക്ഷെ എല്ലാ കാര്യത്തിലും എല്ലാരും ഒരുപോലെ പോവാ. അപ്പൊ നമുക്ക് അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഈ യൂണിറ്റി അല്ലേ, അതിനെന്താ പറയുന്നേ, ഒത്തൊരുമ, അതിനെന്താ ചേട്ടാ പറയുന്നേ, പെണ്ണുങ്ങൾക്ക് സമത്വോ അല്ല സ്വാതന്ത്ര്യം. അതൊക്കെയാണ് ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതൊക്കെ തന്നെയാണ്. കാരണം എല്ലാരും ഒരേപോലെ വരും. അല്ല എനിക്ക് ഭയങ്കരമായ സെക്യൂരിറ്റി വേണമെന്നല്ല, എല്ലാരും ഒരേപോലെ നിൽക്കുമ്പോഴാണ് ആ ഒരു എന്താ പറയണ്ടേ, സ്വാതന്ത്ര്യം ഉണ്ടാവുന്നത്. കുറച്ച് ദിവസം ആയുള്ളൂ നമ്മളിപ്പോ, സത്യം പറഞ്ഞാൽ വീഡിയോ കുറച്ച് കിട്ടുള്ളൂ. നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പൊ 4-5 ദിവസമായി അല്ലേ. ഇത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനാണേലും പിന്നെ ഒരു ജോലി എന്നുള്ള രീതിയിലാണേലും രണ്ടും നല്ല രീതിയിൽ ഒരുപോലെ പോകാൻ പറ്റും.
നമുക്ക് ആദ്യം പിന്നെ ആദ്യം ലൈസൻസ് ഒക്കെ പറ്റുമെങ്കിൽ നമുക്ക് എടുക്കണം അല്ലേ? എനിക്ക് ഇഷ്ടം, എനിക്കിത് ഇവിടെ ഈ സൈഡിൽ ഇരുന്നിട്ട് തന്നെ ഇത് ഓടിക്കാനുള്ള ആഗ്രഹമുണ്ട്. ആഗ്രഹമാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ ഒരു ആൾക്ക് ഡ്രൈവർ ആവണമെങ്കിൽ അയാൾക്ക് മെയിൻ ആയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ അതിനോടുള്ളൊരു ആഗ്രഹം. കാർ ഓടിക്കാൻ അത്യാവശ്യം അറിയാം. ഇപ്പൊ നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി അല്ലേ? എന്ന് വെച്ചാൽ നമ്മള് കാറിന് വ്യത്യാസമായിട്ട് ഇത് നോക്കി കണ്ടൊക്കെ നിൽക്കണം. എയർ നോക്കണം, അത് കാര്യങ്ങളാണ്. ഗിയർ വ്യത്യാസമുണ്ട്. ഇത് 6 ഗിയർ ആണ്. പിന്നെ റിവേഴ്സ് ഗിയർ നമ്മളെ കാറിന്റെ റിവേഴ്സ് ഗിയർ ഇടുന്ന പോലെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ബാക്കോട്ട് പോകും. ഇട്ടോ നീ ഇട്ട വണ്ടി ഓഫിലിട്ടാ ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ഇടാം. അപ്പൊ അതൊക്കെയാണ്. ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, ഇച്ചിരി ടൈറ്റ് ആണ്. അത് വണ്ടി ഓടുമ്പോൾ കുഴപ്പമില്ല. എന്നാലും പൊതുവേ ഈ വണ്ടിക്ക് ഗിയർ ഇച്ചിരി ടൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. അപ്പൊ ഇത് ആദ്യയുടെ ചാനലിലുള്ള വീഡിയോ ആണ് അല്ലേ? അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. ഞങ്ങൾ ജസ്റ്റ് നിങ്ങളെ കണ്ടപ്പം അല്ലെ, ഇത് ജസ്റ്റ് ഒന്ന് വീഡിയോയിലാക്കാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് ഓട്ടോ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചുമ്മാ ആതിരയുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടാണ്. അപ്പം ഇതുപോലെ എല്ലാവരും ഫാമിലിയായിട്ടൊക്കെ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് ലോറിയൊക്കെ സ്വന്തമായിട്ടുള്ളവരാണെങ്കിൽ സ്വന്തമായിട്ട് ഓടിയാലേ ഈ ഫീൽഡിൽ ബെനിഫിറ്റ് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് അത്ര ലാഭമുള്ള ബിസിനസ് അല്ല. പക്ഷെ നമ്മൾ നോക്കിയും കണ്ടുമൊക്കെ സ്വന്തമായിട്ടും നമ്മൾ ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ ചിലവും കുറഞ്ഞു കിട്ടും. അങ്ങനെയൊക്കെ ഓടിയാൽ നമുക്ക് ലാഭകരമായി കൊണ്ടുനടക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരും. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാം. ഇത് പ്രോഫിറ്റബിളും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ തമിഴ്നാട്ടിൽ കുറച്ചും കൂടെ കേരളത്തെക്കാളും കൂടെ റേറ്റ് കുറവാണ് കേട്ടോ പല കാര്യങ്ങളിലും. അതായത് വണ്ടിയുടെ ടാക്സും കാര്യങ്ങൾക്കൊക്കെ റേറ്റ് കുറവുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പഠിച്ചിട്ട് നമ്മളെ ചാനലിലിടും. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. നേരെ പോയി കഴിഞ്ഞാൽ വിശാഖപട്ടണം, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആന്ധ്രയിലെ വിജയവാഡ, അങ്ങനെ നേരെ തമിഴ്നാട്ടിലോട്ടൊക്കെ പോകാവുന്ന റൂട്ടാണ്. അതേപോലെ ഉണ്ടോ വിശാഖപട്ടണത്തിൽ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ സിറ്റിക്ക് അടുത്തൊക്കെ ആയിട്ട് ഒരുപാട് മലകളൊക്കെ കാണാം. നമ്മളിപ്പോൾ സിറ്റിയിൽ നിന്ന് കുറച്ച് മാറി നിർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഞങ്ങൾ രാത്രി അവിടെ സ്റ്റേ ചെയ്യും, ഈ പമ്പിൽ സ്റ്റേ ചെയ്യും, ഇപ്പുറത്തെ പമ്പിൽ. അതൊക്കെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മെയിൻ ചാനലിൽ വരുന്നതാണ്. ചേട്ടാ അങ്ങോട്ട് പോകുമ്പോ ഞാനിപ്പോ വിളിക്കുന്ന ഇങ്ങനെ ഹോൺ അടിച്ച വിളിക്കണം. ഹോൺ അടിച്ചായിരുന്നു നീ? ഹോൺ അടിച്ചായിരുന്നു. അപ്പൊ ഒരു ബൈ പറഞ്ഞു തരാം എന്നാല്. എല്ലാവർക്കും ബൈ.